ഈ ഫോൺ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ അധികം ഈ ഫോൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. എന്താ അറിയില്ല, എനിക്ക് ഈ ഫോണിനോട് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിനി ഈ ഫോണിൻ്റെ എങ്ങനെ കിട്ടുക എന്നുള്ളതൊരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് മാത്രമല്ല, വേറെ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് കാണുന്ന കമൻറ്റാണ് എങ്ങനെ ഈ ഫോണിൻ്റെ എഴുതുക, ഈ ഫോണിൻ്റെ പേരെന്താണ് എന്നൊക്കെ. അപ്പോൾ ഈ ഫോണിൻ്റെ പേര് തിക്ക് ബ്രഷ് ഫോണ്ട് എന്നാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് എന്ന് നോക്കട്ടോ. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് അവിടെ ഫോൺ സ്പേസ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫോൺ സ്പേസ് കിട്ടും. അങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ തിക്ക് ബ്രഷ് എന്ന് സെർച്ച് ചെയ്യാം. തിക്ക് ബ്രഷ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് കാലിഗ്രഫീസ് കിട്ടും കേട്ടോ. അവിടെ ഈ ഒരു ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു ഫോണ്ടാണ് എല്ലാവരും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് നേരെ നമ്മളെ ഫയലിലേക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇൻഷൂട്ടിലേക്ക് പോവാം. ഞാൻ സാധാരണ ഇൻഷൂട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഞാനിപ്പോൾ ഇൻഷൂട്ടിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇൻഷൂട്ടിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ഏത് വീഡിയോ ഫോട്ടോ എന്താ വേണ്ടത് വെച്ചാൽ അതെടുത്തിട്ട് അതിൽ ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റിൽ ആദ്യം ഒരു ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്തിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫോണ്ടിൻ്റെ അതിൽ പോയാൽ അതിൻ്റെ സൈഡിലായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഇമ്പോർട്ട് ഞെക്കിയാൽ ഫയൽ എന്നുള്ളത് ഞെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോണ്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഇവിടേക്ക് ഇൻഷൂട്ടിലേക്ക് ഇമ്പോർട്ടായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ഫോണ്ട് ആ ഒരു ഇതിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിവിടെ ഇൻഷൂട്ടിലുണ്ടാവും. അപ്പം നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എഡിറ്റിംഗ് ആപ്പ് ആണെങ്കിലും ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് എടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല, കാരണം ഞാൻ ഇൻഷൂട്ടിൽ മാത്രമേ ഇത് ഇമ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇൻഷൂട്ടാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യൽ. മറ്റ് ആപ്പിനെ പറ്റി എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ കാണിച്ചു തന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഫോണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ സെർച്ച് ചെയ്തിനി. ഫോണ്ട് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് അവസാനം എനിക്ക് ഫോണ്ട് കിട്ടി. അപ്പോൾ ഞാൻ ഈ ഫോണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോടും ഒരാളെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. കുറേ പേരൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ഇതിൽ ഞാനും കമൻസിൽ പോയിട്ട് ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന്. ആരടുത്തൊന്നും കിട്ടിയിട്ടില്ലേനി. അപ്പോൾ അവസാനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ എല്ലാവർക്കും ഒന്ന് ഉപകാരമായിക്കോട്ടെ. എല്ലാവരും ഇത് എങ്ങനെ എഴുതുക എൻ്റെ പോലെ തന്നെ എല്ലാവരും വിചാരിച്ച് നടക്കുകയല്ലേ. അപ്പോൾ എന്നാൽ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.